ടെലിവിഷൻ സംഘടനയായ ഞങ്ങളുടെ ആത്മയുടെ മീറ്റിംഗ് എറണാകുളത്ത് വെച്ചാണ്. ഞാൻ രാവിലെ 4 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അച്ഛൻ നല്ല ഉറക്കമായിരുന്നു. എൻ്റെ വണ്ടി കൊട്ടാരക്കര പേൻ പാർക്കിലിട്ടിട്ട് ഞാൻ അവിടെ നിന്നുള്ള ബസ്സിലാണ് പോയത്. ഞങ്ങൾ ആത്മയിലെ അംഗങ്ങൾക്ക് പോകാനായി 3 ബസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് 3 ബസ്, എംസി റോഡ് വഴി 2 ബസ്സും അതുപോലെ NH വഴി 1 ബസ്സും. എംസി റോഡ് വഴി 2 ബസ് തിരുവല്ലയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ചായ കുടിക്കാനും സ്നാക്സൊക്കെ കഴിക്കാനായിട്ട് അവിടെ നിർത്തി. ഇവിടെ നിന്നാണ് അത് കളക്ട് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകളും വണ്ടിയിലൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. വർഷത്തിലൊരിക്കലാണ് ഞങ്ങളിങ്ങനെ കൂടിച്ചേരുന്നത്. പിന്നെ അഭിനയിക്കാൻ സീരിയലൊക്കെ പോകുമ്പം പല ആൾക്കാരെ കാണാറുണ്ട്. പക്ഷേ എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് കിട്ടുന്നത് ഞങ്ങളുടെ ജനറൽ ബോഡി മീറ്റിങ്ങിന് പോകുമ്പോൾ മാത്രമാണ്. അപ്പോൾ സജി സബാന എൻ്റെ അടുത്താണ് ഇരുന്നത്. അവനിപ്പം ഒരുപാട് സിനിമയുടെ അസോസിയേറ്റായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും ഹിറ്റായ ബിസിനസ് സമേതം ബന്ധുമിത്രാദികളുടെ ക്രിയേറ്റീവ് പരിപാടിയൊക്കെ അദ്ദേഹം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു സുമിയെ ഉണ്ടായിരുന്നു. സുമി ഞാനും 2 വർഷം നിർമ്മാണ ട്രൂപ്പിലൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നെ സീരിയലിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്നാക്സ് ഉണ്ടായിരുന്നു, ഒരു ബ്രെഡും അതുപോലെ തന്നെ സാൻഡ്വിച്ച് അതൊക്കെ ആയിരുന്നു. അപ്പം ജഗദീഷ്ണൻ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ജഗദീഷ്ണൻ മിമിക്രിയൊക്കെ കാണിച്ചു. അപ്പോൾ വണ്ടി ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി യാത്ര സുഖമുള്ള വണ്ടിയാണ് കേട്ടോ. സുഖമായിരുന്നു യാത്ര. അപ്പം നമ്മുടെ കാറെടുത്ത് ഇത്രയും ദൂരം പോകുന്നതിനൊക്കെ എത്രയും ഭേദമാണ് നമ്മളെ വണ്ടിയോടെ പെയിൻ പാർക്ക് ഇട്ടിട്ട് സുഖമായിട്ട് ഈ വണ്ടിയിൽ തിരിച്ചു വരാം. അവിടുന്ന് രാത്രി 9 മണിക്കാണ് ഫംഗ്ഷനെല്ലാം കഴിഞ്ഞതിന് ശേഷം വണ്ടി ഇങ്ങോട്ടുള്ളത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അടിച്ചു പൊളിച്ചുള്ള യാത്രയാണ്. ഏകദേശം ഒരു 9 മണിയോടുകൂടി എറണാകുളത്ത് എത്തുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ എല്ലാവരെയും വീഡിയോ ഒക്കെ എടുത്ത് സന്തോഷമായിട്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ടാണ് ബാക്കിയുള്ള പ്രോഗ്രാംസുകൾ. എല്ലാ പ്രാവശ്യവും തിരുവനന്തപുരത്താണ് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം എല്ലാ വർഷവും നടത്താറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം എറണാകുളത്ത് ഗോകുലം കൺവെൻഷൻ സെൻറ്ററിലാണ് ഈ ഒരു പ്രോഗ്രാം ഞങ്ങളുടെ നടക്കുന്നത്. അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും അവിടെ എത്തിച്ചേരും. പിന്നെ ഞങ്ങളിപ്പോൾ ഏകദേശം എറണാകുളത്ത് എത്താറായി. ഈ വീഡിയോ ഇത്ര എടുത്ത് ജഗദീഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ജഗദീഷനാണ് ഈ വീഡിയോ എടുത്തത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ നമുക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോരോ കൂപ്പണുണ്ട്, ഓരോ വൗച്ചർ കിട്ടും. ചെന്നപ്പോൾ നമ്മുടെ സെന്തിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ജന ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ടും നമുക്ക് സന്തോഷത്തോടെ ഇടപഴകാൻ പറ്റിയിരുന്നൊരു അവസരമാണ് ഞങ്ങളുടെ ഈ ഒരു ആത്മയുടെ ഈ ജനറൽ ബോഡി മീറ്റിംഗ്. അപ്പോൾ ചെന്നുടനെ എല്ലാവരും ചായ കുടിച്ചു, കട്ടൻ ചായയൊക്കെ കുടിച്ചു. ആനന്ദളയും വന്നു. അപ്പോൾ എല്ലാവരുമായിട്ടും അഷ്റഫൊക്കെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോരോ സ്റ്റാളുകളൊക്കെ സന്ദർശിക്കാം. അപ്പോൾ ഓരോ സ്റ്റാളുകളിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് അവിടുന്ന് ഓരോ സമ്മാനങ്ങൾ, അതായത് കൂപ്പൺ. ഇപ്പം 5000 രൂപയുടെ ഒരു തുണിയൊക്കെ എടുക്കാനുള്ളൊരു കൂപ്പൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടൂർ പാക്കേജിൻ്റെ ഇത്. 1ാം സമ്മാനം ഒരു നറുക്കെടുപ്പുണ്ട്. അതിനകത്ത് ഡയമണ്ട് നെക്ലസാണ്. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഉണ്ട് സമ്മാനം. ഒരുപാട് സമ്മാനങ്ങളുണ്ട് കേട്ടോ. ഇപ്പം കുറേ സാധനങ്ങൾക്ക് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മീറ്റിങ്ങൊക്കെ ആരംഭിക്കാറ്. ഹോളിൻ്റെ അകത്ത് ക്യാമറ ഒന്നും അങ്ങനെ ഉപയോഗിച്ചുകൂടാ. എന്നാലും ഞാൻ ഹോളിലെ ജസ്റ്റ് കയറുന്ന വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതൊക്കെ വേറെ ഓരോ കമ്പനിക്കാണ് ഈ വീഡിയോ ഒക്കെ ഇവർ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഹോളിലിരിക്കുന്ന കുറച്ച് വീഡിയോകൾ, അത് കഴിഞ്ഞ് മൊത്തം ഞങ്ങൾ പുറത്താണ് ഷൂട്ട് ചെയ്തത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗണേശ് ചേട്ടനാണ് ഞങ്ങളുടെ ചെയർമാൻ. അപ്പം അങ്ങനെ എല്ലാവരും അവിടെ മീറ്റിങ്ങിനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. ഉച്ചവരെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഉച്ചഭക്ഷണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ ആത്മയിലെ അംഗങ്ങളുടെ കലാപരിപാടികളുണ്ട്. അപ്പോൾ ജീവനെയും കണ്ടിട്ട് ഞങ്ങൾ ഹാപ്പിയൊക്കെ പെട്ടതിന് ശേഷം ജീവൻ ഇപ്പോഴാണ് ഞങ്ങൾ 21ാമത്തെ ആനുവൽ ബോഡി മീറ്റിംഗാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ പുറത്തിറങ്ങുന്നു, ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ഇനിയിപ്പം ഷാജേട്ടനെ കണ്ടു, കോട്ടയം നസർക്ക്. ഇനി ഉച്ചയ്ക്ക് ചാപ്പാടടിക്കാനുള്ള പരിപാടി കേട്ടോ. ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എനിക്ക് കഴിക്കുന്ന വീഡിയോ ഒന്നും കറക്റ്റ് എടുക്കാൻ പറ്റില്ല. കാരണം വിജയരാഘവൻ ചേട്ടൻ ഉണ്ടായിരുന്നു, കുളപ്പുഴ ലീല ചേച്ചി, അപ്പോൾ എല്ലാം കിഷോറണ്ണനെ. അപ്പോൾ എല്ലാവരെയും കണ്ടു. അത്യാവശ്യമുള്ള എല്ലായിടത്തും ഫോട്ടോയൊക്കെ എടുത്തു. നിയാസക്ക, വേണുണ്ണൻ ഞാനും കൂടെ ഇപ്പോൾ ഒരു സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ. സൂഫി, ജോബി ചേട്ടനെ. അപ്പോൾ അങ്ങനെ എല്ലാവരും കണ്ടു, കാര്യങ്ങളൊക്കെ നമുക്ക് ജായസാക്കുമൊക്കെ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം, ഫുഡ് കഴിക്കുന്ന വീഡിയോ കുറച്ചെടുക്കാൻ പറ്റില്ല, കാരണം നല്ല തിരക്കായിരുന്നു കേട്ടോ. കാരണം ഞാൻ പ്ലേറ്റ് കൊണ്ട് ഇവിടെ നിന്നാണ് കഴിച്ചത്. ഇപ്പം പഴയ നമ്മുടെ സൂപ്പർ നായിക അംബിക ചേച്ചി ഉണ്ടായിരുന്നു, ആര്യ, കൃഷ്ണപ്രഭ,
അപ്പോൾ എല്ലാവരുമായിട്ടും ഇപ്പോൾ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, ഫോട്ടോയൊക്കെ എടുത്തു. ഇനിയിപ്പം വൈകുന്നേരമാണ് കൂപ്പൺ നറുക്കെടുപ്പും അതുള്ള ബാക്കി കാര്യങ്ങളൊക്കെ. കൂപ്പണൊക്കെ എല്ലായിടത്തും കൂപ്പണൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ ഗിഫ്റ്റ് കിട്ടി. ആ ഗിഫ്റ്റൊക്കെ സെന്തിലിൻ്റെ കാറിലാണ് കൊണ്ടുവച്ചേക്കുന്നത് കേട്ടോ. പ്രേംകുമാറേട്ടനെ കണ്ടു. അങ്ങനെ ഞങ്ങളുടെ ആത്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വൈകിട്ട് ഭക്ഷണമുണ്ട്. ഭക്ഷണവും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അവിടുന്ന് വരുന്നത്. 9 മണിയാകുമ്പോഴാണ് ബസ് എറണാകുളത്ത് നിന്ന് എടുക്കുകയെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അവിടുത്തെ കുറേ കലാപരിപാടികളുണ്ട്. ഗാനമേള, പാട്ട്. ബൈച്ചേട്ടനുണ്ടായിരുന്നു. വൈകിട്ട് ഗസ്റ്റുടെ ബൈച്ചേട്ടനാണ്. അപ്പോൾ അങ്ങനെ പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേവിചന്ദന, കിഷോർ ബ്രോ. അപ്പം വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. കാരണം ഇപ്പം നറുക്കെടുപ്പൊക്കെ നടക്കുകയാണ്. നമ്മൾ വിചാരിച്ചത് നമുക്കൊക്കെ ആദ്യത്തെ നറുക്കെടുപ്പ് വന്നപ്പോൾ സതീഷ് എന്ന് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ആയിരിക്കും നെക്ലസിൻ്റെ. പക്ഷേ വേറെ സതീഷായിരുന്നു. എൻ്റേത് സതീഷ് വെട്ടിക്കവല എന്നാണ് അത് ഇട്ടേക്കുന്നത്. അതിപ്പോൾ സതീഷിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രിയിലെ ഭക്ഷണം കഴിച്ചു. ഒരു സൂപ്പൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയിലെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഒരു 9:15 കൂടി തിരിച്ച് ഞങ്ങൾ അവിടെ യാത്രയായി. ഞാനൊരു 12 മണിയായപ്പം 12 അല്ല 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കൊട്ടാരക്കര എത്തി. അപ്പോഴൊക്കെ